പ്രിയപ്പെട്ടവരെ, കരീം മൈത്രിയാണ്. ഇന്ന് ജൂലൈ 30 ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. യൂത്ത് ലീഗിൻ്റെ ദിനമാണ്. യൂത്ത് ലീഗിൻ്റെ ദിനമായിട്ട് ഇന്ന് അജാനൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്താരി വില്ലേജ് ഓഫീസ് പരിസരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാരാണ് എൻ്റെ പിന്നിലുള്ളത്. അജാനൂർ പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ആസിഫ് ബദർനഗർ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കരുത്തനായ പ്രസിഡന്റ് ബഷീർ ചിത്താരി, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി നമ്മുടെ നിസാം അടക്കമുള്ള പ്രവർത്തകന്മാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ KMCC നേതാവ് കരീം CB, അതുപോലെ തന്നെ സലീം അടക്കമുള്ള ഷംസുദ്ദീൻ, ഇക്ബാൽ വെള്ളിക്കോത്ത്, അതുപോലെ തന്നെ നമ്മളെ അബൂക്കറാജ്, ഈ നാടിൻ്റെ ഒരു നട്ടെല്ലാണ് അബൂക്കറാജ്, അതുപോലെ തന്നെ ഇർഷാദ് അടക്കമുള്ള ആളുകളുണ്ട്. എന്തായാലും ഈ ഒരു പ്രവർത്തനം എന്തുകൊണ്ടും ഒരു ഗവൺമെൻറ് ഓഫീസ് വൃത്തിയാക്കുക എന്നത് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രവർത്തനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അജാനൂർ പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ആസിഫ് ബദർനഗറോട് ആദ്യമായി തന്നെ ചോദിക്കാം. ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആസിഫ് ബദർനഗർ ഈ പ്രവർത്തനവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇന്ന് യൂത്ത് ലീഗിൻ്റെ ദിനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് നിങ്ങളെ കമ്മിറ്റി നീങ്ങാനുള്ള കാരണം? ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. കേരളം അങ്ങോളം യൂത്ത് ലീഗ് ദിനമായി ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ജൂലൈ 30. ഇന്ന് ഇവിടെ ചിത്താരി വില്ലേജ് ഓഫീസിൽ പരിസരം ഇങ്ങനെ കാട് പിടിച്ച് കണ്ടതുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ മെമ്പർ നിസാമിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ നമ്മുടെ എല്ലാ നേതാക്കന്മാരും ഉണ്ട്. ഇവിടെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ KMCC നേതാവുണ്ട്, മുൻ നമ്മുടെ ഇത് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി സലീം ബാരിക്കാട്, അതുപോലെ തന്നെ ഇക്ബാൽ വെള്ളിക്കോത്ത്, നമ്മുടെ ഇവിടുത്തെ ശാഖാ പ്രസിഡന്റ് അബൂബക്കർ, KMCC അനീഫ്ജ, പിന്നെ നമ്മുടെ യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് CH ബഷീർജ, അങ്ങനെ എല്ലാവരുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുള്ള ഇന്നൊരു നല്ലൊരു ദിവസം കൂടി തന്നെയല്ലേ. നമ്മുടെ ഇത് മജീദ് റഹ്മാൻ കുഞ്ഞുപ്പ ൻ്റെ രക്തസാക്ഷി ദിനം തന്നെയാണ്. കാരണം വെച്ചെങ്കിൽ 1950 പിന്നെ നായനാർ പോലീസിൻ്റെ വെടിയുണ്ടകൾക്ക് മുമ്പ് അറബി ഭാഷ പോരാട്ടത്തിന് വേണ്ടി നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് പിന്നെ ആ സമരമുഖത്ത് പങ്കെടുത്ത നമ്മുടെ രക്തസാക്ഷി ദിനത്തിൽ നമ്മൾ ഇങ്ങനൊരു കർമ്മം ചെയ്യണമെന്ന് നമ്മളൊരു മനസ്സിനും കൂടി അവരെ ഖബറിലേക്ക് ഇത് എത്തണമെന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു സജ്ജീകരണം ഉണ്ടാക്കിയത്. നല്ല വാക്കുകളാണ് ആസിഫ് ബദർനഗറിൻ്റെ. നമ്മുടെ KMCC നേതാവ് തൊട്ടരികെ തന്നെ ഉണ്ട്, നമ്മുടെ കരീം CB ആണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും 2 വാക്ക് പോലെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കരീം CB സാഹിബ് എന്താണ് പറയുന്നത്? നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യൂത്ത് ലീഗ് അതിൻ്റെ ഒരു പതാക ദിനമായും അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ ദിനമായും മജീദ് റഹ്മാൻ കുഞ്ഞിപ്പയുടെ പ്രാർത്ഥന ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അജാനൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി, അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളമുള്ള പഞ്ചായത്ത് കമ്മിറ്റിയൊക്കെ പാതയോരങ്ങളും അതുപോലെ തന്നെ പൊതുജനപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശുചീകരിച്ചുകൊണ്ട് ഇന്ന് നാടിനൊരു നന്മ നേരുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിത്താരി വില്ലേജ് ഓഫീസ് കാട് മൂടി കിടക്കുന്ന ഈ പ്രദേശം, ഈ വില്ലേജ് ഓഫീസിൻ്റെ പരിസരം കൃത്യമായും ശുചീകരിച്ചു. അതിന് യൂത്ത് ലീഗ് പ്രവർത്തകന്മാർക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഷാർജ KMCCയുടെ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. ജൂലൈ 30 എന്ന് പറയുന്നത് യൂത്ത് ലീഗിൻ്റെ ദിനമാണ്. യൂത്ത് ലീഗിൻ്റെ സ്ഥാപക ദിനം കൂടിയല്ല എന്നിട്ട് പോലും ജൂലൈ 30 യൂത്ത് ലീഗിൻ്റെ ദിനമായി ആചരിക്കുന്നത് നേരത്തെ ആസിഫ് സൂചിപ്പിച്ചതുപോലെ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാരുടെ അനുസ്മരണ ആ ഭാഷാ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. അതിൻ്റെ ഇത്തരത്തിലൊരു പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് വന്നത് ഉത്തരവാദിത്ത ബോധമുള്ളവരാകണം യൂത്ത് ലീഗ് എന്ന് എല്ലാ കാലത്തും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഈ ജൂലൈ 30 എന്ന് പറയുന്നത്. നമ്മൾ ഭാഷാ സമരവുമായി ബന്ധപ്പെട്ട് ആ സമര രണാങ്കണത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി പോയത് റമദാൻ മാസം 17-ാം തീയതിയാണ്. നോമ്പ് നോക്കിയിട്ട് കർമ്മനിരായിട്ടാണ് ആൾക്കാർ പോയത്. ആ ഉത്തരവാദിത്ത ബോധം എല്ലാ കാലത്തും യൂത്ത് ലീഗ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പൊതു വിഷയം കൂടി ഏറ്റെടുത്തുകൊണ്ട് പരിസ്ഥിതി ശുചീകരണ പ്രവർത്തനം കൂടി ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് ഇപ്രാവശ്യത്തെ ഈ ദിനാചരണം കൊണ്ടാടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പരിപാടി നടത്തിയിട്ടുള്ളത്. ഇവിടുത്തെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ യൂത്ത് ലീഗ് അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നിസാം ചിത്താരി, എന്താണ് പറയാനുള്ളത്? നമ്മളിന്ന് ഇവിടെ ഈ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ നമ്മുടെ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിലാണ്. നമ്മുടെ ഈ ശുദ്ധീകരണ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ, നമ്മുടെ അജാനൂർ നമ്മളെ ചിത്താരിയിൽ ഈ വില്ലേജ് ഓഫീസ് ഒരു കാണാത്ത രൂപത്തിൽ ഒരു കാട് മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിട്ടുള്ളത്. പാമ്പ്, ഇഴജന്തുക്കളെല്ലാം
ഇവിടെ പരന്നു കിടക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് അതും തന്നെ നമ്മളെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി അതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ പൊതു ആൾക്കാർ എല്ലാം കയറി വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമ്മുടെ അതിനുള്ള ഒരു വഴി അവർക്ക് വിട്ടുകൊടുക്കാതെ ജന്തുക്കൾക്കും മറ്റുള്ളവർക്കും അത് കയറി നിരങ്ങാനുള്ളതല്ല നമ്മുടെ പൊതു ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സ്ഥലമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി മുന്നിട്ടിറങ്ങിയത്. ബഷീർ ചിത്താരി, എന്താണ് താങ്കളുടെ കീഴിലുള്ള ഒരു കമ്മിറ്റിയാണ്, അപ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? യൂത്ത് ലീഗ് ദിനത്തോടനുബന്ധിച്ച് അജാനൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയം, അതുപോലെ തന്നെ അഭിനന്ദാർഹമാണ്. ഇപ്പം അജാനൂർ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഏകദേശം വാർഡുകളിലൊക്കെ ഇതുപോലെ ശുചീകരണ പ്രവർത്തനവും അതേപോലെ പതാക ദിനമൊക്കെ ആദരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിക്കും അതുപോലെ തന്നെ അജാനൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ നന്മകളും അർപ്പിക്കുകയാണ്. അതേപോലെ ഭാഷാ സമരത്തിൽ ഷഹീദായ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്നിവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗപൂന്തപ്പാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും നാടിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും നന്മകൾ. കരീം മൈത്രി.